ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പോലീസ് തെളിവെടുപ്പ് കഴിഞ്ഞ് പോവുകയാണ്. ജീവന്റെ ആ ഇരുത്തം കണ്ടിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ ജീവനാണ് ഈ മരണത്തിന് പിന്നിൽ എന്നെപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇനി എന്തായാലും ജീവന്റെ അടുത്ത ലക്ഷ്യം നിത്യ തന്നെയാണ്. താഴെ വന്ന് പോലീസ് അയൽവാസികളോടെല്ലാം കാര്യം ചോദിച്ചറിയുന്നു. താഴെ എത്തിയതിനു ശേഷം സാറ പറയുകയാണ് സുജാതയോട്, ജീവനെ രക്ഷിക്കണമെന്ന് ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, വിഷ്ണു ജ്യോതിയോട് ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണ്. അതിനുള്ള ശിക്ഷ ദൈവം അവന് കൊടുത്തതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ആന്റി എന്നൊക്കെ പറയുന്നു. നിത്യ എല്ലാവരെയും കൂട്ടി വീട്ടിലേക്ക് പോകാനും സാറ അവരോട് പറയുന്നു. ഇത് പറയുമ്പോൾ മനു ഉണ്ടായിരുന്നു അവിടെ. മനുവാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വിഷമത്തോടെ സാറ മനുവിനെ നോക്കുന്നു. എടാ, അവൻ്റെ അച്ഛനും അമ്മയും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അവരോടൊക്കെ ഇനി എന്താടാ പറയുന്നത്? ഇനി നിന്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ ഒരുത്തനും വന്നു പോവരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സാറ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സുജാതയും നിത്യയും ജ്യോതിയും ശരവണനുമൊക്കെ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. സാറയും അവിടേക്ക് വരുന്നു. ആൻറ്റി, എനിക്ക് മനുവിൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ആൻറ്റിയോട് ഒരു കാര്യം പറയണമെന്ന് തോന്നി. ജീവൻ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. ഇപ്പോഴും മുകളിലിരുന്ന് നിത്യ നിത്യ എന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. നിത്യ ഇവിടെ നിർത്തുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചില്ലെങ്കിൽ മറ്റൊരു ദുരന്തം കൂടി ഇവിടെ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്ന ആൻറ്റി എന്നൊക്കെ സാറ സങ്കടത്തോടെ പറയുന്നു, ടെൻഷനോടെയും പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാമെന്ന് സുജാത പറയുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ള കിടുകിട വിറയ്ക്കുകയാണ്. നമ്മുടെ കൺമുന്നിൽ നടന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സുജാത പറയുന്നു, ആൻറ്റിക്ക് മോളോടൊപ്പം നിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കേട്ട് സാറ പറയുന്നു, എനിക്കറിയാം ആൻറ്റി, തൽക്കാലം നിങ്ങളിപ്പോൾ സേഫായിട്ടിരിക്കാൻ നോക്ക്, ബാക്കി ഞാൻ ചെയ്തോളാം. നിത്യയുടെ കാര്യങ്ങൾ നോക്കിക്കോണം. ഒരവസരം കിട്ടിയാൽ ജീവൻ ഇവളെ കൊല്ലുമെന്നും സാറ പറയുന്നു. ജീവൻ വീണ്ടും ആ കാര്യമാണ് ആലോചിക്കുന്നത്. വിഷ്ണുവും നിത്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം, രണ്ടുപേർ തെറ്റ് ചെയ്തു, ഒരാൾക്ക് മാത്രമേ ശിക്ഷ കിട്ടിയുള്ളൂ, ഇനി ഒരാൾക്കും കൂടി ശിക്ഷ കിട്ടാനുണ്ട് എന്നൊക്കെ ജീവൻ മനസ്സിലാലോചിക്കുന്നുണ്ട്. നിത്യയുടെ പേരിന് മുകളിൽ ക്രോസ് മാർക്ക് ഇടുകയാണ് ജീവൻ. ശേഷം വളരെ പെട്ടെന്ന് അവിടെ നിന്നും ഒരു സൈക്കോ സ്വഭാവത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോകാനാണ് തുടങ്ങുന്നത്. ഓടിപ്പോവുകയാണ്. അത് വല്ലാത്ത രീതിയിലാണ് ഓടുന്നത്. സുജാതയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നു. വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നുണ്ട്. വാതിൽ തുറന്നു കിടക്കുന്നു. നിത്യ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ജീവൻ. നിത്യ എന്ന് ഉറക്കി വിളിച്ച് അവിടേക്ക് വരുന്നു. കിടുകിട വിറച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. ആദ്യം ജീവനെ സുജാത തടഞ്ഞു. നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. ഒരുത്തൻ ചത്തത് കണ്ടില്ലേ, അവൻ ചെയ്തതിന്റെ ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവനോടൊപ്പം തെറ്റ് ചെയ്ത ഒരുത്തി ബാക്കിയുണ്ടല്ലോ, എന്നാലേ എല്ലാം പൂർത്തിയാകൂ. അവൾ എവിടെ, നിത്യ എവിടെ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു. എൻ്റെ ബെഡ്റൂമിലാണ് അവനെ വിളിച്ച് കയറ്റിയത്, അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിത്യ എന്ത് ചെയ്തിരുന്ന? അമ്മ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നമാണ്. എന്നെ അവൾ ചതിച്ചു, അതിന് കണക്ക് ചോദിക്കേണ്ടത് ഞാനാണ് എന്നെ ജീവൻ പറയുമ്പോൾ ശരവണൻ, അയ്യോ നിങ്ങൾ ഇത്രയും പറയുമ്പോൾ ജീവൻ ദേഷ്യത്തോടെ ശരവണനോട് പറയുന്നു, ഏയ് നിനക്ക് എന്താണ് ഇതിൽ കാര്യം? ജോലിക്കാര് വീടിന് പുറത്ത് അല്ലാതെ കയറി അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ, ആദ്യം കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. വീണ്ടും നിത്യ എവിടെ, പറ നിത്യ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൾ എൻ്റെ മുറിയിലുണ്ട് എന്ന് നിവൃത്തിയില്ലാതെ സുജാത പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവൻ സുജാതയുടെ മുറിയിലേക്ക് പോകുന്നു. നിത്യ എന്ന് പറഞ്ഞ് ഡോറ് തുറക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചു. നിത്യ അവിടേക്ക് തിരക്കുകയാണ് ജീവൻ. ഈ സമയം കൊണ്ട് സുജാത ജീവനെ പുറത്തിട്ട് ആ വാതിൽ ലോക്ക് ചെയ്തു. അകത്തിട്ട് സുജാതയുടെ മുറിയിലിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അമ്മേ വാതിൽ തുറക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ വാതിലിൽ കുറെ തവണ ചവിട്ടി പൊളിക്കുകയാണ് ജീവൻ. കയ്യിൽ താക്കോൽ വെച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് സുജാതയും. ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും വീണ്ടും ആ വാതിലിട്ട് തട്ടി വിളിക്കുകയാണ് ജീവൻ. സുജാതയാണെങ്കിൽ ചെവി പൊത്തി ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഇവന്റെ ഈ അവസ്ഥയിൽ ഒന്നും പറഞ്ഞു തിരുത്താൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ ശരവണ. ഉടൻ സുജാത ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ, ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ മോനെ തുറന്നു വിടാൻ എനിക്ക് ധൈര്യമില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നെ സുജാത പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, നോക്കൂ, ഇപ്പോൾ അയാളുടെ ടാർഗറ്റ് നിത്യ എന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും അയാൾക്ക് ആ കുട്ടിയുടെ അടുത്തെത്താനുള്ള അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ആ കുട്ടിയുടെ മരണം പോലും നിങ്ങൾ കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ ടെൻഷനാവുകയാണ് സുജാത. വീണ്ടും ഡോക്ടർ പറയുന്നു, ജീവന് സ്വന്തം മനസ്സിന്റെ മേലുള്ള പിടി മുഴുവനും വിട്ടുകഴിഞ്ഞു. ഇനി അയാളെ അനുസരിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ആദ്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ.
നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വേണം ആ കുട്ടിയെ നിർത്താൻ. പിന്നെ നിങ്ങളുടെ മകന്റെ കാര്യം ഇനിയും നിങ്ങൾ വെച്ച് താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് ഒരിക്കലും അയാളെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കില്ല. സോ എത്ര ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അയാളെ ചികിത്സയ്ക്ക് വിധേയമാക്കിയേ പറ്റൂ. ഡോക്ടർ പറഞ്ഞോളൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സുജാത ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അയക്കാം. കൈകാര്യം ചെയ്യാൻ അറ്റൻഡർമാരും ഉണ്ടാകും. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ശരി ഡോക്ടർ, ഞാൻ പെട്ടെന്ന് മോളെ ഇവിടുന്ന് പറഞ്ഞയക്കാമെന്ന് സുജാത. ശരിയെങ്കിൽ നിങ്ങൾ അതിനുശേഷം വിളിക്കാൻ ഡോക്ടർ പറഞ്ഞു. ഉടൻ സുജാത ശിവാനന്ദനെ ഫോൺ വിളിച്ചു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. എന്തുപറ്റി, നിത്യമോൾക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, അവൾക്കൊന്നുമില്ല, മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ്. ശിവാനന്ദ കൂടുതലൊന്നും ചോദിക്കല്ലേ, എത്രയും പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോളെ നിങ്ങളുടെ ഒപ്പം അയച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് സുജാത ഫോൺ വെച്ചു. സുജാതയാണ് വിളിച്ചത്. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണമെന്ന്, നീ വേഗം വണ്ടി എടുക്കുക എന്നൊക്കെ ശിവാനന്ദൻ സുധിയോട് പറഞ്ഞു. സുജാത നിത്യയുടെ ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുകയാണ്. നിത്യ എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, അമ്മ എന്തായി കാണിക്കുന്നതെന്ന്. സുജാത പറയുന്നു, ഞാൻ ശിവാനന്ദനെ വിളിച്ചു, ശിവാനന്ദനും സുധിയും ഇപ്പോൾ വരും, നീ അവരോടൊപ്പം പൊയ്ക്കോ എന്ന് പറയുന്നു. എന്തിനെന്ന് നിത്യ ചോദിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ ജീവൻ ആപത്താണെന്ന് സുജാത. എനിക്ക് നീയാണ് പ്രധാനമെന്നും ശിവാനന്ദനും സുധിക്കും മാത്രമേ മോളെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്നും സുജാത പറയുന്നു. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക, അമ്മയും ജോലിയും ഇവിടെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോവത്തില്ല. എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് അനുഭവിക്കാം എന്ന് നിത്യ പറയുന്നുണ്ട്. വേണ്ട, അനുഭവിക്കേണ്ടത് ഞാനാണ്. ഇത്രയും കാലം നിന്റെ ജീവനം കുരുതി കൊടുത്തു, ഇനി നിന്റെ ജീവനും കൂടി ഇല്ലാതാക്കാൻ ഞാൻ ഒരുക്കമല്ല. മോള് പോയേ പറ്റൂ എന്ന് സുജാത നിത്യയോട് പറഞ്ഞു. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. എനിക്ക് എൻ്റെ ജീവൻ പോലെ പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ ജീവനും. എത്ര നിർബന്ധിച്ചാലും ഞാൻ പോവില്ല എന്ന് നിത്യ. എനിക്കിനി മാറ്റി ചിന്തിക്കാനൊന്നുമില്ല, മോള് പോകണമെന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് സുജാത. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ആളെ വിളിച്ചില്ലേ, അവർ ജീവനവന് കൊണ്ടുപോകത്തില്ലേ, പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത് എന്നൊക്കെ നിത്യ. എനിക്കറിയില്ല, കൺമുന്നിൽ ഒരു മരണം കൂടി കാണാൻ എനിക്ക് പറ്റത്തില്ല, അത് താങ്ങാൻ എനിക്ക് പറ്റില്ല മോളെ എന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഈ ലോകത്ത് നീ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നെനിക്ക് അറിഞ്ഞാൽ മതി, ഇവിടെ നിന്നാൽ അതും കൂടി ഇല്ലാണ്ടാകും. നീ പെട്ടെന്ന് റെഡിയാകുന്ന സുജാത പറയുമ്പോൾ ഞാൻ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്, ഞാൻ പോകുന്നില്ല എന്ന് നിത്യ വാശി പിടിക്കുന്നു. പെട്ടെന്ന് നിത്യയുടെ കരണം തടിക്കുകയാണ് സുജാത. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടുന്ന് പൊയ്ക്കോണം, അല്ലെങ്കിൽ എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും എനിക്ക് എന്ന് സുജാത പറയുമ്പോൾ നിത്യ സങ്കടത്തോടെ നിൽക്കുന്നു. കരഞ്ഞുകൊണ്ട് സുജാത നിത്യയോട് പറയുന്നുണ്ട്, സോറി മോളെ എന്ന് പറഞ്ഞ് ആ കവളിൽ തലോടുകയാണ് സുജാത. അമ്മയ്ക്കിപ്പോൾ ധൈര്യമില്ല, മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമില്ല, മോള് പോ എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ സുജാത നിത്യയോട് പറയുമ്പോൾ നിത്യയും വളരെ സങ്കടത്തോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.